ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നുമല്ല കേട്ടോ. ഒരുപാട് പേര് കമൻസിലൊക്കെ ചോദിക്കുന്നുണ്ട് മെഷീൻ ഏതാണ്, മെഷീൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള മെഷീൻ. ഇതിൽ ഹൈ സ്പീഡിൻ്റെ സെയിം ഫങ്ഷൻസ് ആണ്, പക്ഷേ ഇതിൽ സിഗ്സാഗിന് ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു സെറ്റിങ്സ് ഉണ്ട് കേട്ടോ. ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ പൊക്കിയിട്ട് ഈ താഴെയുള്ള സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ സ്റ്റിച്ച് എന്ത് ചെയ്യും, സിഗ്സാഗിലേക്ക് ചേഞ്ച് ചെയ്യും. ഈ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സ്റ്റിച്ച് സിഗ്സാഗായി മാറും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഇതിൽ എക്സ്ട്രാ ആയിട്ട് ബാക്കി എല്ലാം നമ്മുടെ നോർമൽ, അതായത് ഹൈ സ്പീഡ് മെഷീനെ പോലെ തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമൽ ഫൂട്ട് തന്നെ ഇട്ടിട്ട് നമുക്കൊന്ന് സിഗ്സാഗിൽ ഒന്ന് ഇട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. അതിപ്പോൾ ഞാൻ സിഗ്സാഗ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ സിഗ്സാഗ് ആക്കുന്ന ടൈമിൽ ഇതുപോലെ സ്റ്റിച്ച് നമുക്ക് ഇതുപോലെ കണ്ടില്ലേ, സിഗ്സാഗ് സ്റ്റിച്ചായിട്ട് വരും. ഇത് നമുക്കിതുപോലത്തെ ഡിസൈൻസൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് പിന്നെ സ്റ്റിച്ച് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അതായത് സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസൈനൊക്കെ മാറ്റിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. ചെറിയ സ്റ്റിച്ചുകളും വലിയ സ്റ്റിച്ചുകളൊക്കെ ആക്കിയിട്ട് ചെയ്യാം. അതിപ്പോൾ ഞാൻ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഫോൺ പിടിച്ച് ചെയ്യുന്നതുകൊണ്ട് കേട്ടോ ചുളിഞ്ഞു പോയത്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെറുതാക്കിയപ്പോഴത്തെ സ്റ്റിച്ച് കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ, നല്ല ചെറിയ രീതിയിൽ നമുക്ക് ഐഡിയ ഉണ്ടെങ്കിൽ ഡിസൈൻ ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. പിന്നെ ഇത് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലോക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. സൈഡിലൊക്കെ ഓവർലോക്കിങ്ങിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാനും നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ ചെറിയ സ്റ്റിച്ചിലായതുകൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്കിത് അതുപോലെ ലോക്ക് ചെയ്യാനും യൂസ് ചെയ്യാം. അതുപോലെ ഈ ഒരു രീതിയിൽ തന്നെ സിഗ്സാഗ് സ്റ്റിച്ച് വെച്ചിട്ട് നമുക്ക് ഷോളിൻ്റെ എൻഡിലൊക്കെ ഇതുപോലെ സ്കാലപ്പ് ഡിസൈൻ ചെയ്യാനും ഈ ഒരു രീതി യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ കർവുകളൊക്കെ നമ്മൾ തന്നെ ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൂ. എംബ്രോയ്ഡറി മെഷീനിൻ്റെ അത്ര പെർഫെക്ഷനൊന്നും കിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്കാലപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നോർമൽ ഫൂട്ട് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഇനി നമുക്കതിന് പുറമേ നമുക്ക് താഴ്ഭാഗമൊക്കെ മടക്കി അടിക്കാൻ, അതായത് ചുരുട്ടി അടിക്കാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഫൂട്ടാണത്. പിന്നെ അതുകൂടാതെ എൻ്റെ കയ്യിലുള്ളത് പിന്നെ സിബർ ഫൂട്ടറാണ്. അതായത് നമുക്ക് ഇൻവിസിബിൾ സിബ്, അതുപോലെ ലേസുകളും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് വൺ സൈഡ് ആയിട്ടുള്ള ഫൂട്ടുകളുണ്ട് കേട്ടോ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ഇത്രയും ഫൂട്ടാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ ഇതിൽ ഫൂട്ടുകൾ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അത് ആ ഫൂട്ട് ഇട്ടിട്ട് നമുക്കത് അതുപോലെയൊക്കെ ഫ്രോക്കിൻ്റെ ഒക്കെ ആയാലും താഴ്ഭാഗം ഇതുപോലെ നല്ല നീറ്റാക്കിയിട്ട് മടക്കി അടിക്കാം കേട്ടോ. ചെറിയ രീതിയിൽ സ്റ്റിച്ച് നമുക്ക് തുണി മടക്കി പോവുകയുള്ളൂ, പക്ഷെ നല്ല നീറ്റായിട്ട് കിട്ടുകയും ചെയ്യും. നല്ല ലോക്കിങ്ങിൽ നമുക്ക് താഴ്ഭാഗമൊക്കെ ഫ്രോക്കിനൊക്കെ ഇതുപോലെ ലൈനിങ്ങിൻ്റെ ആയാലും അതല്ലെങ്കിൽ നല്ല ക്ലോത്തിലായാലും ഒക്കെ ചെയ്തെടുക്കാം. അതുപോലെ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ താഴ്ഭാഗം ഈ ഒരു ത്രെഡ് ഇട്ടിട്ട് ചെയ്യാറുണ്ടല്ലോ, നല്ല പൊങ്ങി നിൽക്കാൻ. അപ്പോൾ അതിനും ഈ ഒരു ഫൂട്ട് യൂസ് ചെയ്ത് നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ചിലിടണം കേട്ടോ. ഈ ഒരു ഫൂട്ട് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് സിഗ്സാഗ് ആക്കി കൊടുത്തിട്ട് വേണം ഈ ഒരു ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ലോക്ക് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഫ്രോക്കിനൊക്കെ വേണ്ടി ഫ്രില്ലിടുന്നതാണ് കേട്ടോ. അപ്പോൾ മാക്സിമം സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഫൂട്ടിൻ്റെ, അതായത് നോർമൽ ഫൂട്ട് തന്നെയാണ്, ഫൂട്ടിൻ്റെ ആ ഒരു ഇത് താഴ്ത്തിയതിന് ശേഷം ഫൂട്ട് ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ പിന്നെ ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിലും ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഫൂട്ട് ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ ഒരു ഗ്യാപ്പിൽ ഒരു പിന്നെ ഇൻസേർട്ട് ചെയ്തിട്ട് ആ ഫൂട്ട് ഇങ്ങനെ താഴ്ന്ന് തന്നെ സ്ലോപ്പായി നിൽക്കുന്ന രീതിയിൽ അവിടെ പിൻ ചെയ്ത് വെക്കുകയാണ്. പിന്നൊന്ന് ഇൻസേർട്ട് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്തിട്ടും നമ്മുടെ ഫ്രില്ലുകൾ അത്ര തിക്കായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കേസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ താഴെ അടിയിൽ നൂല് ചുറ്റുന്ന ഈ ഒരു കേസിൻ്റെ നൂല് ഇടുന്ന കേസ് ഉണ്ടല്ലോ, ഇതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് താഴ്ന്ന് വരുന്ന നൂല് കുറച്ച് ടൈറ്റിൽ വരുമ്പോൾ ഒന്നും കൂടെ ഫ്രില്ല് തിക്കായിട്ട് വരും. ഇത് ചെറുതായിട്ടൊന്ന് ഈ ഒരു സ്ക്രൂ എന്ത് ചെയ്യുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഈ ഒരു ട്രിക്ക് നോർമൽ മെഷീനിലും യൂസ് ചെയ്ത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ബട്ട് എനിക്കെന്തോ നോർമൽ മെഷീനിൽ ഇത് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതിന് എൻ്റെ ഫൂട്ട് കുറച്ച് ടൈറ്റ് കൂടിയത് കൊണ്ടാണോ എന്നറിയില്ല. പിന്നെ ഞാൻ ഈ മെഷീൻ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് പ്രൈസിനെ പറ്റി എനിക്ക് അത്രക്ക് അറിയില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു 11,000 12,000 ആ ഒരു റേഞ്ചിലൊക്കെയാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഇത്രയൊക്കെയാണ് മെഷീനിനെ പറ്റി പറയാനുള്ളത്. പിന്നെ മെഷീനിൻ്റെ കറക്റ്റ് നെയിം എന്താണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല. സിഗ്സാഗ് മെഷീൻ എന്നും അതുപോലെ മൾട്ടി പർപ്പസ് എന്നൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ടൈമിൽ കണ്ടത് കേട്ടോ. എന്തായാലും ഞാൻ മെയിൻലി ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കത് ഭയങ്കര യൂസ്ഫുള്ളായി. അപ്പോൾ ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ മെഷീനെ കുറിച്ച് കൂടുതൽ അറിയുന്നവരാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.